തന്നെ പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട 3 മൺതിട്ടകൾ അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ മൺതിട്ടകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നേവിയുടെ സംഘം നീങ്ങുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ പ്രതികൂലമായ കാലാവസ്ഥയെ അവഗണിച്ചുള്ള തിരച്ചിലാണ്. ഇന്നത്തെ പ്രത്യേകത ഈ പുറത്തുള്ള സന്നദ്ധ പ്രവർത്തകരെ ആരെയും ഈ പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അർജുന്റെ ബന്ധുവായ നിതിനെ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകർക്കും ഈ മേഖലയിലേക്കുള്ള പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ അവിടെ നിന്ന് പകർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് മറുകരയിൽ നമുക്ക് ലഭിച്ച ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അത് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി തന്നെയാണ്. സ്കൂബ ഡൈവിംഗ് ടീമുണ്ട്, നേവിയുടെ വലിയ സംഘമുണ്ട്. കാലാവസ്ഥ ഇപ്പോഴും പ്രതികൂലമായി തുടരുന്നുണ്ട്. ശക്തമായ മഴ രാവിലെ മുതൽ ഈ പ്രദേശത്ത് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഡോഗ് സ്ക്വാഡിനെ അടക്കം ഇതിനകം എത്തിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് ഈ മണ്ണിൽ പരിശോധന നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രോൺ വെച്ചുള്ള പരിശോധന ഒരു മേഖലയിലുണ്ട്. കൂടുതൽ ഡ്രോണുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അർജുന്റെ ബന്ധു അല്പം മുമ്പ് നമുക്ക് ബന്ധുവിനോട് സംസാരിക്കാൻ സാധിച്ചിരുന്നു. അവിടെ പറയുന്നത് നല്ല രീതിയിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നു എന്നുള്ളതാണ്. സംയുക്തമായ ഒരു തെരച്ചിലാണ് പുരോഗമിക്കുന്നത്. ഷിരൂരിൽ NDRF ഉണ്ട്, സൈന്യമുണ്ട്, നാവികസേനയുണ്ട്. ഇവരൊക്കെ കാര്യക്ഷമമായ സംയുക്തമായ പരിശോധന ഇപ്പോൾ അവിടെ നടത്തുന്നു എന്നുള്ളതാണ്. ബൈജു എന്നോടൊപ്പം അവിടെ തത്സമയമുണ്ട്. ബൈജു, രാവിലെ മുതൽ തന്നെ അവിടെയുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി കുറേയേറെ നൽകാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് തരത്തിലാണ്, എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? കാരണം കഴിഞ്ഞ 7 ദിവസമായി നടത്തിയ തിരച്ചിലിൽ ഒരു വിവരവും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഏറ്റവും ദുഷ്കരമായ ഒരു പരിശോധന നടക്കുന്ന ഇന്നായിരിക്കും. ഇന്നത്തെ രീതികൾ എങ്ങനെയാണ്? കൂടുതൽ ഡ്രോണുകൾ ഉണ്ടായത് മനസ്സിലാകുന്നു, കൂടുതൽ JCBകൾ എത്തിച്ച് മണ്ണ് മാറ്റുന്നുണ്ട്. എന്തൊക്കെയാണ് രീതികൾ ഇന്ന്? തീർച്ചയായും രഞ്ജിത്തെ, ഈ പരിശോധനയുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഏതായാലും 8 ദിവസമായിരിക്കുന്നു അർജുൻ ഒപ്പം ലോറിയും കാണാതായിട്ട്. അത് മാത്രമല്ല, പ്രദേശവാസികളായ 2 പേരെ കൂടി കാണാതായിട്ടുണ്ട്, ഈ മണ്ണിനടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും വളരെ മന്ദഗതിയിലാണ് പരിശോധന പുരോഗമിക്കുന്നതെന്ന് പറയേണ്ടി വരും. എന്തായാലും ഇന്ന് നാവികസേനയാണ് ഇന്ന് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. പ്രധാനമായും പുഴയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലമുണ്ട്. ഈ കരയിൽ നിന്നും 20 മീറ്റർ മാറി റഡാർ സിഗ്നൽ ലഭിച്ച ആ സ്ഥലത്താണ് ഇന്ന് പരിശോധന നടത്തുന്നത്. എന്തായാലും ആ പരിശോധന ഈ ലോറി കണ്ടെത്താനാകുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെടെ എത്തിയ അവരെല്ലാം ഈ പ്രദേശത്ത് നിന്നും മാറ്റി, പൂർണ്ണമായും മാറ്റി. ബന്ധുക്കളെ പോലും അകത്തേക്ക് കയറ്റാത്ത രീതിയിൽ വലിയ തോതിലുള്ള ആ ഒരു ദുരൂഹത ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഈ പ്രദേശവാസികൾ സംഘടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതിഷേധവും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും 3 കിലോമീറ്റർ ഇപ്പോൾ ഇപ്പുറത്തേക്കാണ് ഈ എല്ലാവരെയും, ഈ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഇന്ന് മാറ്റിയിട്ടുള്ളത്. എന്നാലും ഈ പ്രദേശത്ത് തിരച്ചിൽ നടക്കുന്നുണ്ട്. സച്ചിൻ ദേവ് MLA ആണ് ഏതാനും കഴിഞ്ഞ സമയത്ത് ഈ പ്രദേശത്ത് ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പുഴയിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. അതേസമയം ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാനാണ് പ്രധാനമായും ഇവർ ശ്രമിക്കുന്നത്. അത് പോരാ, ഈ തിരച്ചിലാണ് ആദ്യം പ്രാധാന്യം നൽകേണ്ടതെന്ന് സച്ചിൻ ദേവ് MLA പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കി, നിരവധി വാഹനങ്ങൾ ഇവിടെയുണ്ട്, അത് കടത്തിവിടാനാണ് തുടക്കം മുതലേ ഇവരുടെ ഏറ്റവും വലിയ ശ്രമം ഉണ്ടായത്. ഏതായാലും മാധ്യമങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇവിടെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രധാനമായും ഈ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഇവിടെ എത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകരെ അങ്ങോട്ടേക്ക് അനുവദിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് മാധ്യമപ്രവർത്തകരെ അനുവദിച്ചിട്ടില്ല, ഇന്നും അനുവദിക്കുന്നില്ല. മനാഫ് അടക്കമുള്ള ആളുകൾ രാവിലെ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ബൈജു ഇതുമായി ചേർത്ത് വെക്കണം. കാരണം ഈ സന്നദ്ധ പ്രവർത്തകരെ, പ്രത്യേകിച്ചും രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള സന്നദ്ധ പ്രവർത്തകരെ കൂടി സഹകരിപ്പിക്കണം. ഇതിനായി സർക്കാർ തന്നെ സമ്മർദ്ദം ചെലുത്തണം, കർണാടക സർക്കാരിൽ എന്നുള്ളതാണ്. ഇന്നലെ 25ഓളം നമുക്കറിയാം സന്നദ്ധ പ്രവർത്തകരെ അവിടെ തെരച്ചിലിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാഹചര്യം എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ബന്ധുക്കളെ അടക്കം അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ, സന്നദ്ധ പ്രവർത്തകരെ പ്രവേശിപ്പിക്കാതെ പുറത്തു നിർത്തിയിരിക്കുന്നത്? അതിനുള്ള സാഹചര്യം എങ്ങനെയാണ്? കാരണം ഇന്നലെയൊക്കെ ഇതിനെതിരെ വലിയ വിമർശനം കുടുംബമടക്കം ഉയർത്തിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണോ? രഞ്ജിത്ത്, ഇതിൽ പ്രധാനമായും ഈ ഭരണകൂടം, ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് അവിടെ അപകട സാധ്യതയുണ്ടെന്നാണ്. എന്നാൽ ഈ അപകടം നടന്ന് 8ാം നാളാണ് ഇന്നേക്ക്. ഇതുവരെ അതിനുശേഷം അവിടെ ഏതെങ്കിലും തരത്തിലൊരു മണ്ണിടിച്ചിലോ അത്തരത്തിൽ അപകടമോ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ കാരണമാണ് ഇവർ വിശദീകരിക്കുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ MLA ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റോഡൊക്കെ ഗതാഗത യോഗ്യമാക്കി ഈ എത്രയും പെട്ടെന്ന് അത്തരം പരിപാടികളിലേക്ക് നീങ്ങാനാണ് ഇവർ ശ്രമിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ദൃശ്യം പുറത്തേക്ക് വരുന്നത്, ബന്ധുക്കൾ അതിന്റെ അകത്തുണ്ടായിരുന്നാൽ ദൃശ്യം പകർത്തി
മാധ്യമങ്ങൾക്ക് കൊടുക്കും. അത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പുറത്ത് നിർത്തുന്നത്. ഏതായാലും നാവികസേന അവരുടെ തെരച്ചിൽ ഊർജിതമായി നടത്തുന്നുണ്ട്. പ്രധാനമായും പുഴ കേന്ദ്രീകരിച്ചാണ്. ഈ പുഴയും കരയും ചേരുന്ന ഒരു പ്രദേശമുണ്ട്, അവിടെ ലോറി ഉണ്ടാകുമെന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നത്. ആ ഭാഗത്ത് തെരച്ചിൽ ശക്തമാക്കണമെന്നാണ് പറയുന്നത്. ഏതായാലും കരയിൽ ഈ ലോറി ഇല്ല എന്നത് സൈന്യത്തിന്റെ സ്ഥിരീകരണം വന്ന സ്ഥിതിക്ക് ഇനി പുഴയിൽ വലിയ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തണം. വളരെ ദുഷ്കരമാണ്, ആഴമുള്ള പുഴയാണ്, ശക്തമായ ഒഴുക്കുണ്ട്, ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ ആശങ്ക നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും അർജുനെ കണ്ടെത്തണം, ഇനി എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന ഒരു ഒറ്റ ഇതിലാണ് ഈ രക്ഷാപ്രവർത്തകരുള്ളത്, ബന്ധുക്കളുള്ളത്. ഇത്രയും ദിവസമായി ഈ ബന്ധുക്കളൊക്കെ ഇവിടെ കാത്തിരിക്കുന്നു. അവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു. ഇന്ന് മാത്രമാണ് അവരെ ഉൾപ്പെടെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ലോറി കണ്ടെത്തേണ്ടതുണ്ട്. ഇത്രയും വലിയൊരു ലോറി 7-8 ദിവസമായിട്ടും ഈ പുഴയിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധന്മാർ എത്തിയിരുന്നു. അവർ ഈ പുഴയുടെ അടിത്തട്ടിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരയിൽ വലിയ വലിയ പരിശോധനകൾ കഴിഞ്ഞ 3 ദിവസമായെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതിന് ശേഷം കഴിഞ്ഞ 3 ദിവസമായി കരയിൽ വലിയ പരിശോധന, എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും, റഡാറും സോണാർ സിസ്റ്റവും ഒക്കെ ഉപയോഗിച്ചുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള എല്ലാ പരിശോധനകളും നടത്തി നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഇന്ന് രാവിലെ അടക്കം ലഭിച്ച ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ നദിയിൽ രൂപപ്പെട്ട, ഈ പുഴയിൽ, ഗംഗാവലി പുഴയിൽ രൂപപ്പെട്ട ഈ മൺതിട്ടകളാണ്. ഈ മൺതിട്ടകൾ വലിയ തോതിൽ അവിടെ കൂടിക്കിടപ്പുണ്ട്. ഇടിഞ്ഞു വീണ മണ്ണ് സമീപ ഗ്രാമപ്രദേശങ്ങളിൽ പോലും പ്രശ്നമുണ്ടാക്കി നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ മൺതിട്ടകളിൽ കുടുങ്ങിക്കിടക്കാനുള്ള സാഹചര്യങ്ങൾ, അതായത് അടുത്ത 2 മണിക്കൂർ ഇതിനുവേണ്ടി ചിലവഴിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഈ മൺതിട്ടയിൽ ലോറി അകപ്പെടാനുള്ള സാധ്യതകൾ കേന്ദ്രീകരിച്ചാണോ ഇപ്പോൾ ഈ പരിശോധനകൾ നടക്കുന്നത്? അതിന് കുറച്ചുകൂടി ആധുനികമായ ഏതെങ്കിലും കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന്? അത്യാധുനിക സംവിധാനങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളും ഇവിടെ എത്തിയിട്ടില്ല. എങ്ങനെയാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിൽ കരയിൽ നടത്തിയിരുന്നത് അതിന് സമാനമായ രീതിയിൽ നാവികസേനയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പുഴയിൽ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ പരിശോധന തുടരുന്നത്. എന്തായാലും ഈ കരയുടെ ഭാഗത്ത് പുഴ ചേരുന്ന, അതായത് ഈ മല അപ്പാടെ ഇടിഞ്ഞ് ഈ പുഴയിലേക്ക് പതിച്ച ഒരു പ്രദേശമുണ്ട്. ആ ഹോട്ടലൊക്കെ, ആ ചായക്കടയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആ പ്രദേശത്ത് ഇത്തരത്തിൽ ലോറി ഉണ്ടാകുമെന്ന ഒരു നിഗമനത്തിലാണ് സൈന്യവും ഉള്ളത്. ഈ സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥരൊക്കെ ഈ പ്രദേശം ആകെ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും കരയിൽ ലോറി ഇല്ല. അപ്പോൾ പുഴയിൽ മാത്രമുള്ള തെരച്ചിലാണ് ഇനി വേണ്ടത്. പുഴയിൽ നിന്നാണ് ഇത്തരത്തിൽ ലോറി കണ്ടെത്തേണ്ടത്. ലോറി മാത്രമല്ല, ഈ അർജുൻ അതിന്റെ അകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും ഇവർ, ഈ രക്ഷാപ്രവർത്തകർ കരുതുന്നത്. അത് മാത്രമല്ല, ഈ പ്രദേശവാസികളായ 2 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. ഒരു സ്ത്രീയുടെ മൃതദേഹം ഇന്ന് രാവിലെ കിട്ടി. 6 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ അഴുകിയ നിലയിൽ ഈ സ്ത്രീയുടെ മൃതദേഹം കിട്ടിയത്. ഈ ചായക്കടയിലൂടെ ഒരു ടാങ്കർ ലോറി നിർത്തി ചായക്കടയിലേക്ക് വന്ന ഇയാളുടെ കണ്ടെത്താനുണ്ട്. അത്തരത്തിൽ 2 പേരും ഇനിയും ഈ പുഴയുടെ അടിയിലോ ഈ മണ്ണിനടിയിലോ പൂണ്ട് ഇത്തരത്തിൽ ഉണ്ടാകും. അർജുനൊപ്പം തന്നെ അവരെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഇപ്പോൾ സംഘടിച്ച് ഇവിടേക്ക് എത്തുന്നത്. പ്രതിഷേധമുണ്ട്, ശക്തമായ പ്രതിഷേധമുണ്ട്. ഈ തെരച്ചിൽ വൈകിയതിന് 8 ദിവസമായിട്ടും ഇത് യാതൊരു വിധ തുമ്പും കിട്ടുന്നില്ല. എവിടെയാണെന്ന് ഈ ലോറി പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. എന്തായാലും തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ